പലപ്പോഴും ശ്രദ്ധ എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണൽ ലൈഫ് കുറച്ചൊക്കെ തുറന്നങ്ങ് പറയുമ്പോഴാണ്. അതിൽ സാധാരണഗതിയിൽ ഈ സംവിധായകർ, എഴുത്തുകാരൊക്കെ പേഴ്സണൽ ലൈഫ് തുറന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്ത് ശരിയുടെ ഒരു കൂമ്പാരം ഉണ്ടായിരിക്കും. പക്ഷേ പത്മകുമാർ പറയുന്ന സമയത്ത് പല സമയത്തും തെറ്റുകാരന്മാരിൽ ഒരു പ്രധാന ഭാഗം, അല്ലെങ്കിൽ ഒരു സിംഹഭാഗം ഇരിക്കുന്നത് തന്നിൽ തന്നെയായിരിക്കും. അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ, ഒരു സെൽഫ് സ്ട്രിപ്പിംഗ്, അത് ശരിക്കും ആത്മാർത്ഥതയുടെ പറച്ചിലാണോ അതോ വ്യൂവർഷിപ്പിന്റെ പറച്ചിലാണ് ഇന്ന് എനിക്ക് വീണ്ടും പറയാമല്ലോ. കാരണം ഞാൻ മോണിറ്റൈസ്ഡ് ആയിരുന്നു, എൻ്റെ ചാനലിലേക്ക് നല്ല ഇൻകം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു വ്യക്തിക്ക് വരുന്നത് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്താൽ മതി. ഞാൻ ഒരു കുട്ടിക്കാലത്ത് ഇപ്പം വിഷ്ണു എന്നോട് സംസാരിക്കാൻ വന്നിരുന്നെങ്കിൽ ഞാൻ ബോധം കെട്ട് താഴെ പോകുമായിരുന്നു. 20 വയസ്സ് വരെ എനിക്ക് സംസാരിക്കാൻ അറിയില്ലായിരുന്നു. 20 വയസ്സിൽ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് കിടക്കാൻ പോയപ്പോൾ അവൻ മേശപ്പുറത്ത് വിളമ്പി വെച്ച ചോറ് കണ്ട് ഛർദ്ദിക്കാൻ വന്നവനാണ് ഞാൻ. കാരണം എൻ്റെ ആദ്യത്തെ മാറിത്താമസമായിരുന്നു ആ കൂട്ടുകാരൻ്റെ വീട്. അത്രമാത്രം അടച്ചിട്ട ഒരു മുറിയിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ അവിടെ നിന്നും ഇന്ന് എനിക്ക് 10,000 പേരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനും കുറച്ച് അംഗീകാരങ്ങൾ കിട്ടാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വന്ന ട്രാൻസ്ഫോർമേഷൻ്റെ പാതയിലാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല. കാരണം എന്നെപ്പോലെ ഒരു വ്യക്തിക്ക് അങ്ങനെ മാറാമെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ആർക്കും മാറാം. അപ്പം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്നു പോയ വഴികൾ ഇനി ഒരുപാട് എനിക്ക് പറയാനുണ്ട്. പറഞ്ഞാൽ ഒരുപക്ഷെ പലരെയും ഹർട്ട് ചെയ്യുന്നുണ്ട്, എനിക്കിത് പറയാൻ പറ്റില്ല. കാരണം ഒരു കുടുംബജീവിതത്തിലെത്തി, അതെനിക്ക് പാളിപ്പോയിരുന്നു. എൻ്റെ ബാല്യം പാളിപ്പോയിരുന്നു, യൗവനം കൗമാരം എല്ലാം പാളിപ്പോയിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ തിരിച്ചു പിടിച്ചതാണ്. പാളിപ്പോകുന്നിടത്ത് ആണ് ദുഃഖങ്ങൾ വരുമ്പോൾ, വേദനകൾ വരുമ്പോഴാണ് നമുക്ക് കരുത്തുകൾ ആർജിക്കുന്നത്. ഇത് ഞാൻ പകർന്നു കൊടുക്കാൻ മാത്രമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത്. അത് എന്നെ മാർക്കറ്റ് ചെയ്ത് എനിക്ക് ജീവിക്കണം. എനിക്ക് പൈസ ഇല്ല. ആ സമയത്ത് പൈസ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് എന്നെ തന്നെ തുറന്നു പറയണം. അതിനകത്ത് കള്ളത്തരം ചേർക്കുകയല്ല, ഞാൻ എന്നെ അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിക്കുന്നതിലൂടെ മറ്റാർക്കെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ അത് ജീവിതത്തിന് വലിയൊരു സംഭവമല്ലേ. ഈ ഒട്ടും പൈസ ഇല്ലാത്ത സമയത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിനോട് മാച്ച് ചെയ്യാൻ വേണ്ടി കാറ് വാങ്ങിച്ച കഥയും പിന്നെ EMI അടയ്ക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ട ഒരു കഥയും പണ്ട് പറഞ്ഞത് വളരെയധികം ഓർമ്മയിലുണ്ട്. അത് ആദ്യം ഇനീഷ്യൽ പൈസ അടയ്ക്കാൻ പറ്റി, പിന്നെ ഓരോ EMIയും പല സ്ഥലത്ത് നിന്ന് കടം മേടിച്ച് ആ കടം പെരുകി രാത്രി ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് കയറി വരുന്ന പത്മകുമാറിനെ വിവരിക്കുന്നൊരു പങ്ക്തി ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ, അതായത് നമ്മൾ നോക്കുമ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ കൊമേഴ്ഷ്യൽസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പോലും അത്യാവശ്യം പേരെടുത്തിട്ടുള്ള ഒരു സംവിധായകൻ ഇവിടെ നിന്നിട്ട് തനിക്ക് കടബാധ്യത ഉണ്ടായിരുന്നതെന്ന് തുറന്നു പറയുന്നതിന് ഒരു സത്യസന്ധതയുണ്ടല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഭാര്യ ഒപ്പം നിർത്തിയിട്ട് പറയുകയാണ് ഞങ്ങളുടെ ബന്ധം ഡിവോഴ്സിൻ്റെ വെർജിൽ വരെ എത്തിയിരുന്നു, ഞങ്ങൾ ഒരുപാട് തല്ലിപ്പിരിയാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ തുറന്നു പറച്ചിലുകൾ പിന്നീട് ആളുകൾ പറയാറുണ്ട്. ഇത്രയൊക്കെ വ്യക്തിജീവിതം തുറന്നു പറയേണ്ടതില്ല, അങ്ങനെ ആളുകൾ പറയാറുണ്ട്. പിന്നെ എത്രയോ സുഹൃത്തുക്കളും എൻ്റെ അഭ്യുദയകാംക്ഷികളും പറയുന്നുണ്ട്, പത്മകുമാർ എന്തിനാണ് ഈ ജീവിതം തുറന്നു പറയുന്നത്, അതൊക്കെ മോശമല്ലേ. ആർക്കാണ് മോശം ഇത്? ഈ ലോകത്ത് നമ്മൾ ഒരു ദിവസം ഇവിടുന്ന് മടങ്ങി പോകുമ്പം എന്തൊക്കെ നേടിയാലും എല്ലാം ഉപേക്ഷിച്ച് പോകണം. ആൾക്കാർ ചെകഞ്ഞെടുക്കുന്നതായിട്ട് നല്ലത്. ഒരു പക്ഷേ ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ആ ഭാര്യ വീട്ടിൽ നാട്ടുകാർക്കൊക്കെ ഒരുപാട് അറിയായിരിക്കും ഞാൻ ഒരു ഡൈവോഴ്സിന് പക്കത്താണ്, ഭാര്യയായിട്ട് വഴക്കുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാമായിരിക്കും. പക്ഷേ എനിക്കും ഭാര്യയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ യഥാർത്ഥ റീസൺ എന്താണെന്ന്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനത് തുറന്നു പറയാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് രഹസ്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ പല ബ്ലോഗേഴ്സിന്റെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ അവരൊക്കെ ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ട് എനിക്ക് ഓപ്പൺ അപ്പ് ചെയ്തുകൂടാ. എനിക്ക് പറയേണ്ടത് മറ്റുള്ളവരുടെ പരദൂഷണമല്ല, എനിക്ക് എൻ്റെ ലൈഫ് കിടക്കുകയാണ്. ഇപ്പൊ ഏത് തിരക്കഥാകൃത്തും ഏത് നോവൽ എഴുതുന്ന ആളും ആദ്യത്തെ നോവലിലേക്ക് ഒന്ന് നമ്മൾ ഒളിഞ്ഞു നോക്കണം, അതിനകത്തൊരു ആത്മാംശം കാണും അല്ലേ. അപ്പൊ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ആത്മാംശം ഞാൻ എൻ്റെ കഥകളിലൂടെ അല്ല പറയാൻ ശ്രമിച്ചത്, ഞാൻ പച്ചയായിട്ട് പറയാൻ ശ്രമിച്ചതാണ്. അത് കേൾക്കാൻ ആളുള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ അത് വൈറലായതൊക്കെ. അപ്പൊ കുട്ടിക്കാലത്ത് എനിക്ക് 5 രൂപ ഐസ് മേടിക്കുന്ന ഇഷ്ടമായിരുന്നു. പക്ഷെ അച്ഛനും ഒക്കെ പൈസ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. പട്ടാളക്കാരനായ അച്ഛനെ പൈസ അങ്ങനെ ചിലവാക്കാൻ പാടില്ല, ഐസ് മേടിക്കുക എന്നുള്ളതല്ല, നീ പൈസ തരും അതുകൊണ്ടൊക്കെ ജീവിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ 5 രൂപ കടം മേടിച്ചിട്ടുണ്ട് ഒരു ചൂരൽ വിൽക്കുന്ന കടയിൽ നിന്ന്. അത് ആ കടം വാങ്ങിയത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ കടം വാങ്ങാൻ പഠിക്കുകയാണ് ചെയ്തത്. പക്ഷെ 5 രൂപ മനസ്സറിഞ്ഞ് എൻ്റെ അച്ഛൻ എൻ്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കടക്കാരനാവില്ലായിരുന്നു. അതാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടക്കാരനാക്കി എന്നെ കൊണ്ടുവന്ന് ലാസ്റ്റ് എനിക്ക് കാർ വേണം. കാരണം അത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് സമൂഹം എന്നെ പഠിപ്പിച്ചു. ഒരു കണ്ടീഷനിങ് ആണ്. ബോക്സ് ഉണ്ടാക്കിയിട്ട് കാർ വേണം, വലിയ വീട് വേണം, എനിക്ക് മേക്കപ്പ് ഉണ്ടായിട്ട് നടക്കാൻ പറ്റൂ, അല്ലെങ്കിൽ മുടി ഇങ്ങനെ ആയിരിക്കണം. ഞാൻ നിവേദി കഴിഞ്ഞൊക്കെ മുടിയൊക്കെ വിഗൊക്കെ വെച്ച് നടന്നു. അപ്പൊ നടക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ പറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങണം. ഇതെന്നെ എൻ്റെ അപ്ബ്രിങ്ങിങ്ങിൽ എനിക്ക് കിട്ടിയതാണ്. സൊസൈറ്റി പഠിപ്പിച്ചു ഇതുണ്ടെങ്കിലേ സമൂഹത്തിന് മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കാൻ പറ്റൂ. ഇത് രണ്ടും കൂടെ ചേർന്ന് ഒരു പത്മകുമാറിനെ മോൾഡ് ചെയ്തെടുത്തു. കടം വാങ്ങി കാർ വാങ്ങുക, EMIയുടെ കാര്യം പിന്നല്ലേ. EMI വരുന്ന സമയത്ത് കടം വീണ്ടും തരാൻ വേറെ ആൾക്കാരുണ്ടല്ലോ, അവർ ജീവിക്കണ്ടേ. ഞാൻ അവിടെ നിന്ന് കടം വാങ്ങി, അങ്ങനെ വാങ്ങി എൻ്റെ സ്വസ്ഥത നശിക്കാൻ തുടങ്ങി. ആലോചിച്ച് വെക്കണം, സമൂഹത്തിന് മുമ്പിൽ ഞാൻ എന്നെ മറ്റൊരു തരത്തിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് എൻ്റെ ഉള്ളിലെ ഞാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്ന് തന്നെ പല സുഹൃത്തുക്കളും വിളിച്ചിട്ട് സമൂഹത്തിന്റെ പല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന, സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന പലരും എന്നോട് സ്വകാര്യമായിട്ട് സംസാരിക്കുക പറയാനുണ്ട്, എൻ്റെ പ്രശ്നം ഇതാണ്, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, പക്ഷേ ഇത് എനിക്ക് നിന്നെപ്പോലും പറയാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഇറങ്ങ്, പുറത്തിറങ്ങ്. നിന്റെ മനസ്സിന്റെ സുഖവും സന്തോഷമാണ് നിനക്ക് വലുതെങ്കിൽ നീ പുറത്തിറങ്ങിയേ തീരൂ. അല്ല, മറ്റുള്ളവരെ കാണിക്കലാണ് നിന്റെ ജീവിതമെങ്കിൽ നീ അവിടെ തന്നെ നീക്കേ. ആ ദുഃഖം നീ അനുഭവിക്കുക. രാവിലെ എണീക്കുമ്പോൾ ദുഃഖം, കിടക്കാൻ നേരം ദുഃഖം, സ്വസ്ഥതയോടൊരു യാത്ര ചെയ്യാൻ പറ്റില്ല, ഒരു പുസ്തകം വാങ്ങാൻ പറ്റില്ല, തിയേറ്ററിൽ നിന്ന് സിനിമ കാണുമ്പോൾ അത് എന്നെയായിട്ട് കമ്പയർ ചെയ്യും. അപ്പം അതുകൊണ്ട് നിനക്ക് 2 ഓപ്ഷനാണ്. ഒന്നേ നീ പുറത്ത് ഇറങ്ങുക, അല്ലെങ്കിൽ നീ അവിടെ തന്നെ ഇരുന്നു. അപ്പം ഞാനിപ്പോൾ പുറത്ത് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. 100 രൂപയുണ്ട് എനിക്ക് ഇന്ന് ജീവിക്കാൻ പറ്റും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ സുഖമാണ്. സിനിമാ ജീവിതത്തിലേക്ക് കൂടി കുറച്ച് വരികയാണെങ്കിൽ, ഇപ്പൊ സീരിയലിലേക്ക് വന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു പാർശ്വവൽക്കരണം ഉണ്ടല്ലോ. അപ്പൊ സീരിയലിലെ ആളാണ് അയാൾ. ഒന്നാമത്തെ കാര്യം, അയാളുടെ ഡേറ്റ് കിട്ടില്ല. കാരണം 15 ദിവസം സീരിയലിൽ മുറിച്ചു കൊടുത്തു. കാരണം രണ്ടാമത് സീരിയലിലെ ആളെ കൊണ്ടുവന്ന് സിനിമയിൽ എത്തിക്കേണ്ടോ എന്നുള്ളൊരു അലിഖിത നിയമം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കുറച്ചങ്ങോട്ട് പേഴ്സീവ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ തോന്നിയോ? ഈ സീരിയലിന്റെ ഞാനൊരു സിനിമയുടെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ഇരുന്ന സമയത്ത് അതിന്റെ ഒരു ട്രെയിലർ കട്ട് ചെയ്യുന്നു. ഞാനല്ല, മറ്റൊരാൾ കട്ട് ചെയ്തപ്പോൾ ഞാനൊന്നും കാണാനിരുന്നതാണ്. അപ്പോൾ ആ സിനിമയിൽ ഒരു സീരിയൽ നടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നടിയുടെ ഫേസ് ഈ പടത്തിന്റെ ട്രെയിലർ ഇടണ്ടെന്ന് പറഞ്ഞു. കാരണം സീരിയലിലെ നടന്മാരെ എപ്പോഴും സിനിമാക്കാർക്കൊരു പുച്ഛമാണ്. കാരണം അതിൻ്റെ കാര്യം ഫെമിലാരിറ്റി, എപ്പോഴും കണ്ട് മടുത്ത മുഖമാണ്. പിന്നെ സീരിയലുകാർ തന്നെ കുറച്ചൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അഭിനയത്തിൻ്റെ കാര്യത്തിൽ പ്രൊഫഷണലൈസ് ഇല്ല. ഈ പറയുന്ന രാവിലെ എണീറ്റ് വരുമ്പം ഒരുങ്ങിയ അമ്മയും മരുമോളും ഒക്കെ അങ്ങനെ ഒരു ഡീഗ്രേഡ് ചെയ്തു. അതുകൊണ്ട് സീരിയൽ നടന്മാർക്ക് സിനിമയിലേക്കുള്ള വാതിലുകൾ വളരെ കുറച്ചേ തുറക്കത്തുള്ളൂ. അതെനിക്കും പറ്റിയിരുന്നു. നിവേദ്യം കഴിഞ്ഞ് ഞാൻ ഒരിക്കലും ഒരു നടനാകാൻ വേണ്ടി സിനിമ വന്ന ആളല്ല. രോഗി സാറിന് മുമ്പിൽ ഒരു സംവിധാന സഹായിയാകാൻ ചെന്നു, ജയരാജ് സാറിൻ്റെ അടുത്ത് ചെന്നു, ഷാജി സാറിൻ്റെ അടുത്ത് ചെന്നു. ഇവരൊക്കെ എൻ്റെ രൂപമൊക്കെ കണ്ടപ്പം ഒരു വില്ലനാക്കി അല്ലെങ്കിൽ കുട്ടിസ്രാങ്കിലും ഒരു കഥാപാത്രമാക്കി ചേർത്തതാണ്. അതുകൊണ്ട് ഞാൻ നടനാകാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് അഭിനയം അറിയാവുന്ന പണിയാണെന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഞാനൊരു സീരിയൽ കമ്മിറ്റ് ചെയ്തതാണ്. ഒരു തമിഴ് തെലുങ്ക് സീരിയലാണ് കമ്മിറ്റ് ചെയ്തത്. ആ സീരിയലിൽ അഭിനയിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ അവസരങ്ങൾ വന്നു. ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല അത് എൻ്റെ സിനിമയിലേക്കുള്ള വാതിലിടയുകയാണെന്ന്. സിനിമാക്കാർക്ക് തന്നെ വലിയ പുച്ഛമായിരുന്നു ഈ അവാർഡ് കിട്ടുന്നിടം വരെ. അങ്ങനെ വലിയ എൻ്റെ ഒരു അഭിനയ ജീവിതം സിനിമയിൽ നടന്നുപോയി. അതാണ് സംഭവിച്ചത്. ഈ ലൈഫ് പാർട്ണർ എപ്പോഴെങ്കിലും ഇനി മറ്റൊരു ഭാഷയിലേക്ക്, ഹിന്ദിയിലൊക്കെ അതിന് വലിയ സാധ്യതകളുണ്ടെന്ന് തോന്നിയിട്ട്? കാരണം അതിനൊരു ത്രില്ലർ സ്വഭാവം കൊണ്ടുണ്ടല്ലോ. അതായത് എൻ്റെ കഥ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അതായത് 2 പേര്, അതിൽ ഒരാൾ ബൈസെക്ഷലാണ്, ഒരാൾ ഗേ ആണ്. അപ്പോൾ അവർക്ക് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഹാപ്പനിങ് വേണം. അപ്പോൾ അവർക്കൊരു കുട്ടിയെ വേണം. അപ്പോൾ ഗേ ആയിട്ടുള്ള ആൾക്ക് പറ്റില്ല, ബൈസെക്ഷൽ ആൾക്ക് പറ്റും. അപ്പോൾ അയാൾ ഒരു പെൺകുട്ടിയെ മാരി ചെയ്യുന്നു, അപ്പോൾ ഒരു കുട്ടിയെ ഉണ്ടാക്കാം, എന്നിട്ട് അത് അനാദിയായ ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കുന്നു. അതിന് ഒരു ത്രില്ലർ സോണിൻ്റെ സ്വഭാവം കൂടെ ഉണ്ട്. അതിനെ കുറച്ചും കൂടി ഒന്ന് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല. അതിന് കൊമേഴ്ഷ്യലൈസ് ചെയ്തിട്ട് ഈ ഹിന്ദിക്കൊക്കെ പറ്റിയ ഒരു സബ്ജക്റ്റാണ്. അങ്ങനെ എപ്പോഴെങ്കിലും മറ്റു ഭാഷയിൽ ആലോചിച്ചിട്ടുണ്ട്? അതിന്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് അങ്ങനെയാണ് വിഷ്ണു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അതിന്റെ തുടക്കത്തിൽ തന്നെ ഇവൻ ചെല്ലുന്നുണ്ടെ ഇവളുമായിട്ട് ഇവളെ ബ്ലഡിൽ കുളിച്ച് കിടക്കുമ്പോൾ ഇവളെ എടുത്തുകൊണ്ട് പോകും കാറിൽ കയറുന്ന ഭർത്താവ്, ഇവന്റെ പാർട്ട്ണർ ഓടിച്ചെന്ന് അവനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് കാണുമ്പോൾ ഇവൻ ടെറസിൽ മേളിൽ നിന്ന് എടുത്ത് ചാടുകയാണ് കാറിലോട്ട്. അപ്പൊ അങ്ങനെ പക്ക കൊമേഴ്സ്യൽ ഫൈറ്റ് ഉള്ള സിനിമയാണ് ഞാൻ ആദ്യം എഴുതിയത്. പക്ഷേ ഈ പുതിയ ആൾക്കാരെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ അതാണ് പറഞ്ഞത്. എന്നിട്ടാണ് സ്ലോ ഡൗൺ ചെയ്തത്. അത് മറ്റു ഭാഷയിലേക്ക് ചെയ്യാൻ വലിയ ആഗ്രഹമുണ്ട് എനിക്കത്. പക്ഷെ എനിക്ക് ഇപ്പൊ അതിനെ അങ്ങനെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല. കാരണം മലയാളത്തിലും ഇല്ല, ഹിന്ദിയിലും ഇല്ല, തമിഴിലും ഇല്ലാത്തൊരവസ്ഥ എന്റെ ജീവിതം പെട്ടുപോകും. അപ്പം ചെയ്യുന്ന മലയാളത്തെ കുറിച്ച് നല്ല സിനിമകൾ ചെയ്യണം, അതായത് ജനങ്ങളിലേക്ക് എത്തുന്ന സിനിമകൾ. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് ആലോചിക്കാം.